തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയ രാരാട്ട ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ ഇട്ട് സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മോഹൻലാൽ, മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, മുരളി ഗോപി, സിദ്ദിഖ്, ആശാ ശരത്ത് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ രണ്ട് ഭാഗങ്ങൾ അണിയിച്ചിരിക്കുക ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുക ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ്. തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസം പ്രീസൈഡിലൂടെ മാത്രം ഏകദേശം 6 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയ ചിത്രം ഇപ്പോൾ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് 8 മുതൽ 9 കോടി രൂപയോളം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസം 9 കോടി പിന്നിടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുകയാണ്. എന്തൊക്കെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ചിത്രം ഏകദേശം 70 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ മലയാള സിനിമകളുടെ എക്കാലത്തെ വലിയ വിജയങ്ങളോട്ടാണ് ദൃശ്യം 3 മുന്നേറുന്നത്. ഇന്ന് ചിത്രം 100 കോടി സ്വന്തമാക്കുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. 4ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസത്തെ കേരള പ്രൈസ് ഏകദേശം 5 കോടി പിന്നിട്ടതായിട്ട് ഇപ്പോൾ ഇത് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് 2026 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമ്പോൾ ലോക അതോടൊപ്പം തന്നെ വാഴാറ്റ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ തകർക്കോ ദൃശ്യം 3 എന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.